കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അട്ടിമറി വിജയങ്ങൾക്കും അപ്രതീക്ഷിത തോൽവികൾക്കും കേരളം സാക്ഷ്യം വഹിച്ചു. എന്നാൽ ഇതിനിടയിലൂടെ ഒരു ചോദ്യം ഉയർന്നു വന്നു. കേരളത്തിലെ വനിതാ സ്ഥാനാർത്ഥികളെവിടെ? 20 ലോക്സഭാ സീറ്റുകളിലായി 9 വനിതാ സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. എന്നാൽ വിജയം ഇവർക്കെല്ലാം അകലെയായി. CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മട്ടന്നൂർ MLAയുമായ KK ശൈലജയുടെ തോൽവിയായിരുന്നു ഇതിൽ ഏറ്റവും ചർച്ച ചെയ്തത്. കോൺഗ്രസിന്റെ യുവരക്തം ഷാഫി പറമ്പിൽ 1 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വടകരയിൽ ശൈലജയെ തോൽപ്പിച്ചത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഇടതുപക്ഷം രംഗത്തിറക്കിയ ആനി രാജയാണ് പിന്നീട് വാർത്തകളിൽ നിറഞ്ഞ സ്ഥാനാർത്ഥി. 3,64,422 വോട്ടുകളുമായി രാഹുൽ വയനാട്ടിൽ വിജയം നേടിയപ്പോൾ 2,83,023 വോട്ടുകളുമായി ആനി രാജ തൊട്ടു പിന്നിലുണ്ടായിരുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെ 3-ാം സ്ഥാനത്താക്കിയാണ് ആനി രാജ 2-ാം സ്ഥാനത്തെത്തിയത്. കോൺഗ്രസിന്റെ ആലത്തൂരിലെ സിറ്റിംഗ് MP രമ്യ ഹരിദാസാണ് വിജയത്തിൽ നിന്നും അകന്നുമാറിയ മറ്റൊരു സ്ഥാനാർത്ഥി. ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥിയും ഒരു വനിതയായിരുന്നു, TN സരസു. ഇടതുപക്ഷത്തിന് കേരളത്തിലാകെ വിജയിക്കാൻ പറ്റിയ ആലത്തൂർ മണ്ഡലത്തിൽ നിലവിലെ ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണനാണ് വിജയിച്ചത്. രമ്യയും സരസുവും യഥാക്രമം 2-ാം സ്ഥാനത്തും 3-ാം സ്ഥാനത്തും എത്തി. BJPയുടെ കേരളത്തിലെ A ക്ലാസ് മണ്ഡലമായ ആലപ്പുഴയിലെ തീപ്പൊരി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും പരാജയപ്പെടാനായിരുന്നു വിധി. NDA കേരളത്തിൽ നിന്നും വിജയമുറപ്പിച്ചിരുന്ന സീറ്റുകളിലൊന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റേത്. എന്നാൽ കോൺഗ്രസിന്റെ KC വേണുഗോപാൽ വിജയിച്ച ആലപ്പുഴയിൽ 3-ാം സ്ഥാനത്തെത്താനേ ശോഭയ്ക്കായുള്ളൂ. എറണാകുളത്തെ സ്ഥാനാർത്ഥി KJ ഷൈൻ, BJPയുടെ പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയായ നിവേദിത സുബ്രഹ്മണ്യൻ, കാസർകോട്ടെ BJP സ്ഥാനാർത്ഥിയായ ML അശ്വിനി, ഇടുക്കിയിലെ BDJS സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ എന്നിവരാണ് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോൽവിയെറിഞ്ഞ മറ്റ് വനിതാ സ്ഥാനാർത്ഥികൾ.